3 മാസം കൊണ്ട് നമുക്ക് IMUCT സൂപ്പറായിട്ട് ക്രാക്ക് ചെയ്യാം. ജസ്റ്റ് ഒരു 5 സ്റ്റെപ്പ് ഞാൻ ഈ പറയാം, നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. സ്റ്റെപ്പ് 1, ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദി എക്സാം. എന്ത് ബേസ് ചെയ്താണ് നമുക്ക് എക്സാം നടത്തുന്നത്, എങ്ങനെയാണ് എക്സാം നടത്തുന്നത്, എന്തൊക്കെയാണ് എക്സാമിന് ചോദിക്കുന്നത്. ഫസ്റ്റ് ആ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക് ആദ്യം വേണ്ടത്. ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ ചോദിക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ജനറൽ നോളജുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ കുറച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട്. ആ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് നമ്മുടെ ഈ ഒരു IMUCT ക്വസ്റ്റ്യനകത്ത് നമുക്ക് വരുന്നത്. മെയിനായിട്ട് എല്ലാവർക്കും പോകുന്ന ഒരു മാർക്ക് നമ്മുടെ മാത്തമാറ്റിക്സിലാണ്. എല്ലാവർക്കും ബാക്കി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ജനറൽ നോളജ് എല്ലാം സെറ്റ് ചെയ്യും. പക്ഷേ മാത്തമാറ്റിക്സിന് മാത്രം നല്ല രീതിക്ക് ഡ്രോപ്പ് ഔട്ട് ആവും, IMUCT റാങ്കിന് താഴോട്ട് പോവുകയും ചെയ്യും. സോ മാക്സിമം എല്ലാവരും നിങ്ങൾ മാത്സ് എന്ന സംഭവം നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിക്ക് ഫോക്കസ് ചെയ്യുക, മാത്സ് പഠിക്കുക. സോ മെയിനായിട്ട് എല്ലാവർക്കും പോകുന്ന ഒരു വിഷയമാണ് നമ്മുടെ മാത്സ് എന്ന് പറയുന്നത്. അതുപോലെ ഡോണ്ട് സ്റ്റഡി ബ്ലൈൻഡ്ലി. ഓക്കെ, ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദി സിലബസ് ആൻഡ് ഗോ. ഓക്കെ, അല്ലാതെ വെറുതെ എന്തെങ്കിലും അവിടെ ഇവിടുന്ന് കണ്ട് ചാടി വലിച്ച് എല്ലാം കൂടി പഠിച്ച് തലയിൽ വെക്കേണ്ട ഒരു കാര്യമില്ല. എന്താണ് സിലബസിനകത്തുള്ളത് അത് മാത്രം നിങ്ങൾ പഠിക്കുക. സോ ഞാനൊരു ബുക്ക് ഇവിടെ പ്രിഫർ ചെയ്യുന്നുണ്ട്. ആ ബുക്ക് നിങ്ങൾക്ക് വേണ്ടവർക്ക് മേടിക്കുക, അല്ലാത്തവർക്ക് വിട്ടുകളയാൻ. ജസ്റ്റ് 400 സംതിങ് രൂപയേ ഉള്ളൂ. നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ പോവുകയാണെങ്കിൽ അതൊരു 500-550 രൂപ. ഞാൻ എൻ്റെ ഈ ലിങ്ക് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്താൽ ജസ്റ്റ് 439 രൂപ, 49 രൂപ എന്തുള്ളൂ. സോ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്ത് അത് പഠിക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ സാമ്പിൾസും ആ ഒരു ബുക്കിനകത്തുണ്ട്. IMUCT ഒഫീഷ്യലായിട്ട് അപ്ലോഡ് ചെയ്തേക്കുന്ന ബുക്കാണ്. സോ നിങ്ങൾക്ക് അത് മേടിച്ച് നിങ്ങൾക്ക് അവിടെ നിന്ന് പഠിത്തം ഇപ്പം തന്നെ ഇന്ന് തന്നെ ഈ ഒരു നിമിഷം തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റെപ്പ് നമ്പർ 2, സ്ട്രോങ് ദി ഫൗണ്ടേഷൻ. നമുക്ക് മെയിനായിട്ട് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 11th ആൻഡ് 12th ബേസിക്സ് ആണ് മെയിനായിട്ട് നമ്മൾ IMUCT ആദ്യമായിട്ട് ഇടുന്നത്. IMUCT എന്ന് പറയുന്നത് എല്ലാ ക്വസ്റ്റ്യൻസും 11th 12th ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന പരിപാടിയിൽ നിങ്ങൾക്ക് ബേസിക്സ് തന്നെ പക്കായിട്ട് അറിയുകയാണെങ്കിൽ അവിടെ തന്നെ 50% നിങ്ങൾ IMUCT നിങ്ങൾ ക്ലിയർ ആക്കും. ബാക്കിയുള്ള 50% നമ്മൾ ഇംഗ്ലീഷ്, ജനറൽ നോളജ്, മെയിനായിട്ട് നമ്മുടെ മാത്തമാറ്റിക്സിനകത്തുള്ള ട്രിഗ്നോമെട്രി അത് ഇതെന്നൊക്കെ പറഞ്ഞുള്ള ഒത്തിരി കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് വരും. ആ ഒരു 50% നല്ലൊരു ശതമാനം നിങ്ങൾ ക്ലിയർ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന ഒരു റാങ്കിനകത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. സോ മാക്സിമം നിങ്ങൾ ഈ ഒരു വിഷയം ടോപ്പിക്സ് എല്ലാം നിങ്ങൾ ജസ്റ്റ് കവറപ്പ് ചെയ്യുക. ഇത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ബാക്കി ബേസിക്സ് അറിയാമെങ്കിൽ നിങ്ങൾ 50% ഇപ്പോൾ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ബാക്കി 50%-ന് വേണ്ടി ഇനി വരുന്ന 3 മാസത്തേക്ക് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. കാരണം നമുക്ക് ഓൾറെഡി മെയിലിൽ നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. മെയിലിൽ നമുക്ക് നമ്മുടെ IMUCT എക്സാം സ്റ്റാർട്ട് ആവും. സോ എല്ലാവരും ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കും. അതുപോലെ തന്നെ മാത്സിൽ നമുക്ക് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കുറച്ച് ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ കുറച്ച് ടോപ്പിക്സ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു വീഡിയോയിലൂടെ ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞുതരാം. മെയിനായിട്ട് നമ്മുടെ ട്രിഗണോമെട്രി ഫുൾ അടിച്ച് കലക്കി ബേസിക്സ് നോക്കുക, ഇക്വേഷൻസ് നോക്കുക, എന്തൊക്കെ പ്രോബ്ലംസ് എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ വരുന്നത് മൊത്തം സോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഒരു 3 മാസത്തിൽ ഒരു 1.25 മാസം നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ വെക്ടേഴ്സ്, ട്രിഗണോമെട്രി, കുറച്ച് ന്യൂമറിക്കൽസ് പാർട്സ്, കുറച്ച് മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻസ്, കുറച്ച് ബേസിക് ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. സെയിം അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്സിൻ്റെ കുറച്ച് മോഡേൺ ഫിസിക്സ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്, അതൊന്ന് സെറ്റ് ആക്കുക. അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ ബേസിക്സ്, ഇക്വേഷൻസ് ബേസിക്സ്, അതിൻ്റെ എല്ലാ ബേസിക്സും നമ്മളെ കെമിക്കൽ ഫോമുല അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കെമിസ്ട്രിയിലെ ബേസിക്സ് മൊത്തം പഠിക്കുക. മെയിനായിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇത്രയാണ്. അതുപോലെ തന്നെ നമ്മുടെ NCERT മാക്സിമം നിങ്ങൾ സോൾവ് ചെയ്ത് പോകുക. എന്നിട്ട് മാത്രം നിങ്ങൾ ജസ്റ്റ് അടുത്ത സിലബസിലോട്ട് കിടക്കുക. കാരണം നമ്മളൊരു ബേസിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ടോപ്പ് പൊസിഷനിൽ എടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു അടുത്ത് വരെ എത്തണമെങ്കിൽ നിങ്ങൾക്ക് ബേസിക്സ് അറ്റ്ലീസ്റ്റ് അറിയണം. എന്തെങ്കിലും ബേസിക്സ് അറിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് വലിയ വലിയ ഇക്വേഷൻസ് വരും, അല്ലെങ്കിൽ നല്ല പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് സോൾവ് ചെയ്താൽ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബേസിക്സ് അറിയാതെ വലിയ ക്വസ്റ്റ്യനിൽ ആദ്യം പോയി കയറി പിടിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ അറിയത്തുള്ളൂ. വേറെ അത് മോഡൽ ചെയ്ത് വേറൊരു ക്വസ്റ്റ്യൻ വന്ന് നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാനോ അതിനകത്ത് കറക്റ്റ് ആൻസർ എഴുതാനോ നിങ്ങൾക്ക് പറ്റത്തില്ല. സോ നിങ്ങൾ ബേസിക്സിൽ നിന്ന് ഫസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 3, പ്രിപ്പറേഷൻ, പ്രാക്ടീസ്. ഇതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഒരു 3 മണിക്കൂർ എല്ലാ ദിവസവും IMUCT വേണ്ടി മാറ്റി അങ്ങ് വെച്ചേക്കാം. എല്ലാം ഒഴിവാക്കുക. ഫുൾ വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം എന്തൊക്കെ ഉണ്ടോ അത് മൊത്തം ഒഴിവാക്കി IMUCTക്ക് വേണ്ടി ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. എല്ലാ ദിവസവും 3 മണിക്കൂർ ഇതിനായിട്ട് വേണ്ടി മാറ്റി വയ്ക്കുക. എല്ലാ ദിവസവും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ്. ഇത് മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലാതെ ഇന്ന് പഠിച്ച അടുത്ത ആഴ്ച അടുത്ത ഒന്നുകൂടി വർക്കൗട്ട് ചെയ്യുന്ന വെച്ചാൽ നടക്കത്തില്ല. ഇന്ന് പഠിച്ച സാധനം നാളെ വർക്കൗട്ട് ചെയ്യണം, മറ്റന്നാളും വർക്കൗട്ട് ചെയ്യണം. നീ ഇപ്പോൾ ഇന്ന് പഠിച്ചു, നാളെ ബാക്കി പഠിച്ചു, മറ്റന്നാൾ നീ ഇന്ന് പഠിച്ചതും നാളെ പഠിച്ചതും എല്ലാം കൂടി ചേർത്ത് മറ്റന്നാൾ നീ വർക്കൗട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നീ ഒരു ഫീൽഡിനകത്ത് രക്ഷപ്പെട്ട് പിടിച്ചു പോവുകയും ചെയ്യുള്ളൂ. അല്ലാതെ ഇന്ന് പഠിച്ചിട്ട് ബാക്കി അടുത്ത ആഴ്ച നോക്കാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച പിന്നെ ഒന്നുകൂടി റിവിഷൻ ചെയ്യാന്ന് വെച്ചാൽ നടക്കത്തില്ല. മാക്സിമം 3-4 മണിക്കൂർ നിങ്ങൾ IMUCTന് വേണ്ടി മാറ്റി വയ്ക്കുക. ഉറപ്പായിട്ടും പാസ്സാവും. സ്റ്റെപ്പ് നമ്പർ 4, പരീക്ഷ കൊണ്ട് മാത്രം ഒന്നും ആവില്ല. മെഡിക്കൽ ഫിറ്റ്നസ് ഫസ്റ്റ്. മാക്സിമം ആയി കൈയും കാലും ഓടിക്കാതിരിക്കുക. അത്യാവശ്യം എന്തെങ്കിലും ചെറിയ മെഡിക്കൽ കണ്ടീഷനിൽ നിങ്ങൾ ഇപ്പോൾ അൺഫിറ്റ് ആണെങ്കിൽ ജസ്റ്റ് അത് സെറ്റ് ചെയ്യുക. മെയിനായിട്ട് നമ്മുടെ
അതിൽ നിങ്ങൾക്ക് മെയിനായിട്ട് വരുന്ന എല്ലാവർക്കും ഇഷ്യൂ ആണ്. പവർ ഗ്ലാസ് ഉള്ളവർക്ക് ലേസർ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാക്സിമം ഇപ്പോൾ തന്നെ ലേസർ ചെയ്യുക. കാരണം ലേസർ ചെയ്ത് അത് റിക്കവർ ചെയ്യാൻ വരെ ഒരു 1.5-2 മാസം നല്ല രീതിക്ക് എണ്ണ എടുക്കും. സോ ഇപ്പോഴേ അത് സെറ്റ് ചെയ്യുക, അതൊക്കെ മാറ്റി വയ്ക്കുക, ഒഴിവാക്കുക. എനിക്കൊന്ന് IMCTക്ക് വലിയ പ്രശ്നം കാണത്തില്ല. ബാക്കി നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ അവിടുത്തെ മെഡിക്കലിന് വേണം, കമ്പനീസ് പ്ലേസ്മെൻറ്റ് വരുമ്പോൾ അവിടുത്തെ മെഡിക്കലിന് വേണം, കമ്പനി ജോയിൻ ചെയ്യാൻ വേണ്ടി മെഡിക്കൽ വേണം. ഇതിനെല്ലാം മെഡിക്കൽ സെറ്റായിട്ട് വേണം. നിങ്ങൾ IMU പാസ്സായി നിങ്ങൾ കോളേജിൽ ഫസ്റ്റ് ടോപ്പ് റാങ്കാണ്, എനിക്ക് മെഡലൊക്കെ കിട്ടുന്നുണ്ട്, കാര്യമില്ല. മെഡിക്കൽ അൺഫിറ്റ് ആണെങ്കിൽ ജീവിതമേ പോയി മോനെ, ഒന്നും നോക്കിയിട്ടൊരു കാര്യമില്ല. സോ ഇപ്പോഴേ അതിനുവേണ്ടി തയ്യാറെടുപ്പ് എടുത്തോളൂ. സ്റ്റെപ്പ് നമ്പർ 5, പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ചെറിയ മോട്ടിവേഷൻ. IMCT എന്ന് പറയുന്ന അത്ര ഹാർഡായിട്ടുള്ള കാര്യമില്ല. നിങ്ങൾക്ക് ബേസിക്സ് അറിയാമെങ്കിൽ സുഖമായിട്ട് പാസ്സാൻ പറ്റും. നോ ടെൻഷൻ, നോ വറീസ് അബൌട്ട് ദിസ്. മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം മോക്ക് ഇൻ്റർവ്യൂസ് നിങ്ങളോട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇത് എങ്ങനെ വന്നു, അത് അങ്ങനെ വന്നു, ഇതെങ്ങനെ സോൾവ് ആക്കാൻ പറ്റും, അതെങ്ങനെ സോൾവ് ആക്കാൻ പറ്റും, ഇതെന്തുകൊണ്ട് ഇങ്ങനെ വന്നു. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വിലയിരുത്തുക, നിങ്ങൾ തന്നെ നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുക. നിങ്ങൾ കുറച്ച് വീഡിയോസ് കാണാം, മാക്സിമം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മാത്രം കാണുക. വെറുതെ അല്ലറ ചില്ലറ 10, 25, 30 മിനിറ്റ് നീളമുള്ള വീഡിയോസ് ഒന്നും കണ്ടിട്ട് ഒരു കാര്യമില്ല. വെറുതെ ആ വീഡിയോ മാത്രം നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളൂ. ഷോർട്ട് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാൻ IMCTക്ക് വേണ്ടി സ്പെഷ്യൽ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു തയ്യാറെടുപ്പുണ്ട്. തികച്ചും ഫ്രീ ആയിരിക്കും, നോ പേയ്മെൻറ്റ്, നത്തിങ്, ഒന്നും കാണത്തില്ല. സോ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. മാക്സിമം 2-3 ദിവസത്തിനുള്ളിൽ ഞാനൊരു നോട്ടിഫിക്കേഷൻ ചാനൽ ഞാൻ അറിയിക്കുന്നത്. സോ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വാട്സ്ആപ്പ് ജോയിൻ ചെയ്തേക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഞാൻ പറഞ്ഞ സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്യുക. സോ വീഡിയോ തന്നെ വൈകിട്ട് പുതിയ വീഡിയോ കാണാൻ. ബൈ ഗൈസ്.